സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങളുടെ തോത് കുറയുകയാണെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ പ്രമോദ് ജി കൃഷ്ണൻ. നാട്ടിൻപുറങ്ങളിലെ പാമ്പ് കടിയേറ്റുള്ള മരണം കൂടി കണക്കിൽപ്പെടുത്തുന്നതുകൊണ്ടാണ് വന്യജീവി ആക്രമണം കൂടുകയാണെന്ന് ചിത്രീകരിക്കപ്പെടുന്നത്. വകുപ്പിന്റെ തന്നെ നടപടികളിലൂടെ പാമ്പ് കടിയേറ്റുള്ള മരണത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ടെന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. അതേസമയം വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിൽ വനം വകുപ്പിന് വീഴ്ച വന്നെങ്കിൽ അതും പരിശോധിക്കേണ്ടതാണെന്നും പ്രമോദ് ജി കൃഷ്ണൻ പറഞ്ഞു. വനം വകുപ്പ് എല്ലാ സമയത്തും പ്രതിക്കൂട്ടിലാണ് ജനങ്ങളുടെ മുന്നിൽ. ഒരു ജനപ്രീതി ഏകദേശം കുറവാണ് എന്ന് തന്നെ പറയാം. അത് പല വിഷയങ്ങളും റൂട്ട് കോസ് അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ 10 വർഷം കൊണ്ട് വന്യജീവി ആക്രമണം കൂടി എന്ന് പറയുന്നത് വെറുതെ ഒരു റഫ് കണക്കാണോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രോപ്പർ റീസൺ എന്താണ്? ഇത് പ്രാദേശികം അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു എവിടെ വേണമെങ്കിലും, ഇപ്പോൾ പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും വരാം, ബസ് ടെർമിനലിലും വരാം കരടിയോ കടുവയോ എന്നൊക്കെയുള്ളൊരു സാഹചര്യം മുമ്പുണ്ടായിരുന്നില്ല. അതെങ്ങനെ മാറി? അതിനൊരു കൃത്യമായിട്ടുള്ളൊരു സർവേയോ റീസൺ കണ്ടുപിടിക്കാൻ അതിന് നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതിൻ്റെ കാരണങ്ങൾ പലതുണ്ട്. ഒന്ന്, നമ്മൾ ഇന്ന് ജീവിക്കുന്നത് കാലാവസ്ഥാപരമായിട്ട് വല്ലാതെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയിലാണ്. മൃഗങ്ങളുടെ സ്വഭാവത്തിലും മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കണക്കുകൾ പക്ഷെ കാണിക്കുന്നത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ മരിച്ച 67 പേരാണ് നല്ല കണക്ക്. അപ്പോൾ അതിൽ 34 പേര് പാമ്പ് പിടിച്ചിട്ടുണ്ട്. അല്ലാതെ ആനയുടെ മുമ്പിൽപ്പെട്ട് മരിക്കുന്നത് 19 പേരാണ്. അപ്പോൾ നമ്മുടെ ഈ കണക്കുകളിൽ വലിയൊരു അവസ്ഥ വരുന്നത് പലപ്പോഴും ഈ പാമ്പ് കടിയും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ അത് ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ പാമ്പ് കടിക്കുന്നത് പലപ്പോഴും നാട്ടിൻപുറങ്ങളിൽ നമ്മുടെ പുരയിടങ്ങളടക്കം, വഴിയോരങ്ങളിലും പുഴയിടങ്ങളിലും അടക്കം കാട് പിടിച്ച പ്രദേശത്തു നിന്നാണ്. അപ്പോൾ അത് ഒരു പക്ഷേ വനംവകുപ്പിൻ്റെ തന്നെ ഇടപെടൽ കൊണ്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് നടത്തിയ ഒരു സർപ്പ എന്ന് വിളിക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ട് 150 ആളുകൾ മരിച്ച സ്ഥലത്ത് നിന്ന് അത് 30ലേക്ക് താഴെയാണ് കുറയുന്നത്. അത് കുറയ്ക്കാൻ പറ്റില്ല. ഇനി അത് കുറച്ച് പൂജ്യമാക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ അതിനെന്ത് വേണം? മറ്റുള്ള എല്ലാ ആളുകളുടെ സഹകരണം വേണ്ടി വരും. നമ്മുടെ കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശങ്ങൾ നമ്മൾ വനത്തിന് പുറത്ത് അത്തരം പ്രദേശങ്ങൾ നമ്മൾ കാട് ഒഴിവാക്കേണ്ടി വരും. കൃഷിഭൂമി നല്ല കൃഷിഭൂമിയാക്കി നമുക്ക് നിലനിർത്തേണ്ടി വരും. നമ്മുടെ ആരോഗ്യ എല്ലാ ഇത്തരം പ്രദേശങ്ങളിലൊക്കെ തന്നെ ആൻറ്റിവനം ഉറപ്പാക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച. ഇനി നമുക്കിതിൻ്റെ ഒരു സമ്പൂർണ്ണ പരിഹാരം എന്ന് വിളിക്കുന്നതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ കണക്കുകൾ പാമ്പുമായിട്ട് ബന്ധപ്പെട്ടും കൂടെ പറയുന്നതിൽ ഒരു വിഷയമുണ്ട്. പക്ഷേ ഈ മാധ്യമങ്ങൾ പെട്ടെന്ന് ചർച്ചയാപ്പെടുന്നത് കടുവ പിടിച്ചു, കടിച്ചു കൊന്നു എന്നുള്ള ഒരു വാക്കുകൾ. അപ്പോൾ വനം വകുപ്പ് ഇത് പലപ്പോഴും ഇത് വരുന്നത് വനം വകുപ്പിനെ നേരത്തെ അറിയിച്ചു, വാച്ചറെ അറിയിച്ചു, ഇവിടെ വന്ന് നോക്കിയില്ല, എത്താൻ വൈകി, ഇനി പിടിക്കാനുള്ള വലിയ പ്രതിഷേധത്തിന് ശേഷമാണ് ഇതിൻ്റെ നടപടികളിലേക്ക് പോകുന്നത്. ഒരു ഉദാസീനത കാണുന്നുണ്ട് എന്ന് ഒരു വൈകാരികപരമായിട്ട് പറയുന്ന വിഷയം മാത്രമാണ്. ഉദാസീനത എന്ന് വിളിക്കുന്ന ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നോക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അത് നിലനിൽക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നത് വനംവകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ 2 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യ വന്യജീവി സംഘർഷത്തെ ഒരു സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വനംവകുപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നോക്കൂ, ഈ പ്രശ്നത്തിൻ്റെ സങ്കീർണത അത്രയ്ക്കുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിൻ്റെ ഒരു 1/3 വരുന്നൊരു ഭൂവിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ലഭ്യമായ സാമ്പത്തിക അല്ലെങ്കിൽ നമ്മുടെ സാങ്കേതിക വിദ്യകളും എല്ലാം വെച്ചിട്ടുള്ള ഒരു ഓൾ ഔട്ട് എഫേർട്ട് തന്നെയാണ് നമുക്ക് ചെയ്യുന്നത്. പക്ഷേ പരിമിതികളുമുണ്ട്. കാരണം നയപരമായിട്ടുള്ള ഒരു മൃഗത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിന് പല രീതിയിലുള്ള പരിമിതികളുണ്ട്. ചിതലറ്റ് വീഴുമ്പോൾ മരം ചിരിച്ചു, മഴുവറ്റ് വീണില്ലല്ലോ. നമ്മളെല്ലാവരും ഉത്ഭവിച്ചത് കാട്ടിൽ നിന്നല്ല. കാട് ഏൽക്കുന്ന തണലാണ്, വെയിലാണ് നമ്മുടെയൊക്കെ തണലെന്ന് പറയുന്നത് പോലെ. കാട്, കറുത്ത കാട് എന്ന് പറഞ്ഞു കേൾക്കുന്ന കറക്റ്റ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ അതാണ് സമയം. 7:45 പെരിയാർ ടൈഗർ റിസർവിനകത്ത് കടുവയുടെ പ്രസൻസ് ഈ ഭാഗത്ത് ഉണ്ടാവും.